പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാമത്തെ തിരുലിഖിതം. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. യേശുവേ, ഇന്ന് ഞങ്ങൾ ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഈ കൂട്ടായ്മയിൽ അവിടുത്തെ അത്ഭുത ശക്തി അവിടെ നിന്ന് പ്രദാനം ചെയ്യണമേ. അങ്ങയുടെ അത്ഭുത ശക്തിയാൽ ഇപ്പോൾ ഓരോ കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഓ ദൈവമേ, ഈ കൂട്ടായ്മയിൽ വചനം കേൾക്കാൻ അവിടെ നിന്ന് ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന ഓരോ മകനെയും ഓരോ മകളെയും ഇപ്പോൾ അങ്ങയുടെ അത്ഭുത സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. വചനം കേൾക്കാനുള്ള ക്ഷീണങ്ങൾ മാറട്ടെ, വചനം കേൾക്കാനുള്ള തടസ്സങ്ങൾ വിട്ടുമാറട്ടെ, വചനം കേൾക്കുമ്പോഴുള്ള മന്ദത മാറിപ്പോകട്ടെ, വചനം കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഭാരങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവേ, ഇപ്പോൾ അങ്ങയുടെ അത്ഭുതങ്ങൾ എല്ലാ കുടുംബങ്ങളിലും സംഭവിക്കട്ടെ. കരങ്ങൾ ഉയർത്തി എല്ലാവരും ഇപ്പോൾ ലോകമെമ്പാടും ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങളോടൊപ്പം കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, ഈ കൂട്ടായ്മയുടെ അഭിഷേകത്തിൽ അങ്ങയുടെ ഉന്നതമായ അത്ഭുതങ്ങൾ അവിടുന്ന് ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മയിലേക്ക് അങ്ങയുടെ ഉന്നതമായ ഇടപെടലുകൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഭവനങ്ങളിലിരുന്ന് വീടുകളിലിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന രോഗികളുടെ മേൽ അത്ഭുത സൗഖ്യം ഇപ്പോൾ വ്യാപരിക്കട്ടെ. കർത്താവെ, ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളുടെ മേൽ അന്ധകാരവും തിന്മയും മന്ദതയും മരവും വിട്ടുമാറി ദൈവീകമായ പ്രകാശം നിറയട്ടെ. ആത്മീയ മന്ദത മാറിപ്പോകട്ടെ, ആത്മീയ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ദൈവമായ കർത്താവിൻ്റെ കൃപ, ആത്മാവിൻ്റെ അഭിഷേകം സകല ജനതകളുടെ മേലും നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ക്ഷീണങ്ങൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ തിന്മയുടെ കോട്ടകളും തകരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. എസ്തേറിൻ്റെ പുസ്തകത്തിലെ ആദ്യത്തെ ഒരു അധ്യായം പഠന വിഷയമാക്കിക്കൊണ്ടാണ് ഇന്നത്തെ വിചിന്തനത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. എസ്തേറിൻ്റെ പുസ്തകം ആദ്യത്തെ അധ്യായത്തിൽ മർദക്കായി എന്ന ഒരു ദൈവദാസന് ദൈവം നൽകുന്നൊരു സ്വപ്നമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ രാജാവ് പ്രവാസികളായി ബാബിലോൺ ദേശത്തേക്ക് കൊണ്ടുവന്ന തടവുകാരിൽ ഒരുവനായിരുന്നു മർദക്കായി. മർദക്കായി ദൈവത്തിൻ്റെ മുമ്പിൽ വിശുദ്ധിയോടും നീതിനിഷ്ഠയോടും കൂടെ ജീവിച്ചിരുന്ന ഒരു ദൈവ പൈതലാണ്. ദൈവവചനം തൻ്റെ ജീവിതത്തിൽ അനുവർത്തിക്കാൻ വേണ്ടി എന്ത് ത്യാഗവും കഷ്ടതയും സഹിച്ചിരുന്ന ഒരു ദൈവദാസനാണ് മൊർദെഖായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മൊർദെഖായി ഒരു ദിവസം ഒരു വലിയ സ്വപ്നം കണ്ട് പരവശനായി. ആ സ്വപ്നമാണ് എസ്തേറിൻ്റെ പുസ്തകത്തിലെ ആദ്യത്തെ അധ്യായത്തിൽ 5 മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വപ്നം ഇതായിരുന്നു: ഭൂമുഖത്ത് ബഹളവും സംഭ്രാന്തിയും ഇടിമുഴക്കവും ഭൂകമ്പങ്ങളും ലഹളയും. ഭയങ്കരമായ ലഹളയുടെയും ഡിസോർഡറിൻ്റെ അരാജകത്വത്തിൻ്റെ ആത്മാവ് വിളയാടുന്ന കാഴ്ചയാണ് സ്വപ്നത്തിൽ മൊർദെഖായി കണ്ടത്. 2 ഭീകര സത്യങ്ങൾ. ഈ അരാജകത്വം ഇങ്ങനെ വിളയാടുന്ന സമയത്ത്, അരാജകത്വത്തിൻ്റെ ആത്മാവ് കുത്തഴിഞ്ഞ ജീവിത രീതികളിലേക്ക് ദൈവജനത്തെ നയിക്കുന്ന സമയത്ത് 2 ഭീകര സത്വങ്ങൾ പൊരുതാൻ ഒരുങ്ങി മുന്നോട്ട് വന്നു. ഈ ഭീകര സത്വങ്ങൾ ആരോട് പൊരുതാൻ വേണ്ടിയാണ് മുന്നോട്ട് വന്നത്? തുടർന്നുള്ള വാക്യങ്ങൾ: അവ അതിഭയങ്കരമായി അലറിക്കൊണ്ടിരുന്നു. അവയുടെ അലർച്ച കേട്ട് സകല ജനതകളും നീതിമാന്മാരുടെ ജനതയ്ക്കെതിരെ യുദ്ധത്തിനൊരുങ്ങി. ഈ ഭീകര സത്വത്തിൻ്റെ അലർച്ച ഈ ഭൂമുഖത്തുള്ള എല്ലാ ദുഷ്ടന്മാരെയും നീതിമാന്മാർക്കെതിരെ പൊരുതാൻ വേണ്ടി ഉണർത്തുന്ന ഉണർത്തുപാട്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്തൊരു വിരോധാഭാസമാണിത്! പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു രാജ്യം ഇങ്ങോട്ട് ആക്രമിച്ചാൽ അങ്ങോട്ട് ആക്രമിക്കുക എന്നുള്ളൊരു രീതിയാണ്. അല്ലെങ്കിൽ ഭീകരവാദം, പട്ടിണി, രോഗങ്ങൾ, ഇങ്ങനെയുള്ള നെഗറ്റീവ് ശക്തികൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. എന്നാൽ ഇവിടെ നിങ്ങൾ ചിന്തിക്കുക, നീതിമാന്മാർക്കെതിരെ
ഒരു ഉപദ്രവവും ആർക്കും ചെയ്യാതെ ദൈവത്തിൻ്റെ വഴികളിൽ ദൈവമാർഗം മുറുകെ പിടിച്ച് ജീവിക്കുന്ന നീതിമാന്മാർക്കെതിരെ യുദ്ധത്തിന് വേണ്ടി ദുഷ്ടന്മാരെ മുഴുവൻ ഉണർത്തുന്ന ഭീകര സത്വം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഭീകര സത്വത്തിൻ്റെ അലർച്ച കേട്ട് ലോകമെമ്പാടുമുള്ള ദുഷ്ടന്മാർ ഉണർന്ന് ദുഷ്ടന്മാർ കൈകോർത്ത് നീതിമാന്മാർക്കെതിരെ യുദ്ധത്തിന് ഒരുങ്ങി. തുടർന്നുള്ള വചനങ്ങളിൽ നാം കാണുന്നത് എങ്ങനെയാണ്? ഭൂമുഖത്ത് അന്ധകാരത്തിൻ്റെയും നൈരാശ്യത്തിൻ്റെയും കഷ്ടതയുടെയും ദുരിതത്തിൻ്റെയും പീഡനത്തിൻ്റെയും മഹാകലാപത്തിൻ്റെയും ഒരു ദിവസം ഉണ്ടായി. എന്ന് പറഞ്ഞാൽ നീതിമാന്മാർക്ക് ജീവിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സാഹചര്യങ്ങൾ ഭൂമുഖത്തുണ്ടായി. വലിയ നൈരാശ്യത്തിൻ്റെയും അന്ധകാരം നിറഞ്ഞു വിളയാടുന്ന, പാപം നിറഞ്ഞു വിളയാടുന്ന ഒരു അന്തരീക്ഷം ലോകത്തിലുണ്ടായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പാപം പരക്കെ പ്രബലപ്പെട്ട്, അന്ധകാരം പരക്കെ പ്രബലപ്പെട്ട്, തകർച്ച പരക്കെ ഉണ്ടായി, ഡിസോർഡർ ഉണ്ടായി, അരാജകത്വം ഉണ്ടായി, തമ്മിൽ സ്നേഹബന്ധങ്ങൾ അറ്റുപോയി, സ്വാർത്ഥത പെരുകി, തന്നിഷ്ടം പെരുകി, ഏകാധിപതികളുണ്ടായി, ദുഷ്ടന്മാരുണ്ടായി. എല്ലാ സ്ഥലത്തും അസത്യവും അന്ധകാരവും അഹങ്കാരവും കട്ടപിടിച്ച് പരമ്പരാഗതമായി തലമുറകളായി ദൈവമക്കൾ ആചരിച്ചു വന്നിരുന്ന സത്യവും നീതിയും സ്നേഹവും സമാധാനവും എല്ലാം ചവിറ്റുകൊട്ടയിൽ എറിയപ്പെടുന്ന അന്തരീക്ഷ ലോകത്തിലുണ്ടായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു സ്വപ്നമാണ് മൊർദെഖായിക്ക് ഉണ്ടായത്. നീതിമാന്മാരുടെ ജനത മുഴുവൻ കഷ്ടതയിലായി. അവർക്ക് വിശുദ്ധി ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം വന്നു. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, തലയുയർത്തി ലോകത്തിൽ ചുറ്റും നോക്കുക. ഇതൊന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? ഇന്ന് വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഇന്ന് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കാൻ, സമാധാനത്തോടെ പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ടോ? ഇന്ന് ദൈവഭയത്തോടും വിശുദ്ധിയോടും നീതിനിഷ്ഠയോടും സത്യസന്ധതയോടും ഒരു ഉദ്യോഗസ്ഥന് ഇന്ന് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പറ്റുമോ? ഇന്ന് ഈ ഭൂമുഖത്ത്, ഈ ദേശത്ത് നീതിനിഷ്ഠയും സത്യസന്ധതയും പലതരത്തിലുള്ള തിന്മയുടെ പിടിയിൽപ്പെട്ട് ഇന്ന് സത്യം പുലരാൻ പറ്റാത്ത ഒരു അന്തരീക്ഷമല്ലേ ചുറ്റുമുള്ളത്? നീതിമാന്മാരുടെ ജനത കഷ്ടത്തിലായി. അവരുടെ നീതി അനുസരിച്ച് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. വീണ്ടും തങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ദുഷ്ടതകളെ അവർ ഭയപ്പെട്ടു. എന്ന് പറഞ്ഞാൽ നീതിമാന്മാരെ ഭയപ്പെടുത്താൻ തക്കവണ്ണം ദുഷ്ടന്മാർ ഉയർന്നു പ്രവർത്തിക്കാൻ തുടങ്ങി. ഭരണകൂടങ്ങളും അതുപോലെ തന്നെ സാമൂഹ്യ സംവിധാനങ്ങളും അതുപോലെ ചുറ്റുവട്ടം മുഴുവനും ഈ ദുഷ്ടത പ്രചരിപ്പിക്കുന്ന കേന്ദ്രങ്ങളായി മാറി. ഈ ദുഷ്ടത പ്രബലപ്പെട്ട് അത് നീതിമാന്മാരെ ഭയപ്പെടുത്തക്ക വിധം അത് സമൂഹത്തിൽ പ്രബലമായി. നീതിമാന്മാർ തങ്ങളെ ഭയപ്പെടുത്തുന്ന ദുഷ്ടതകളെ അവർ ഭയപ്പെട്ടു. നശിക്കാൻ അവർ തയ്യാറായി. അപ്പോൾ അവർ ദൈവത്തെ വിളിച്ചു. അവരുടെ കരച്ചിലിൽ നിന്ന്, ചെറിയ ഉറവയിൽ നിന്നെന്ന പോലെ ധാരാളം ജലമുള്ള ഒരു മഹാനദി ഉണ്ടായി. എന്ന് പറഞ്ഞാൽ പല ചെറിയ ഉറവകൾ ചേർന്ന് പ്രവാഹങ്ങളുണ്ടായി അതൊരു വലിയ നദിയായി രൂപപ്പെടുന്നത് പോലെ ഭൂമുഖത്ത് അവശേഷിച്ചിരുന്ന നീതിമാന്മാർ ദൈവത്തെ വിളിച്ച് കരഞ്ഞ് അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി ഒരു മഹാനദി രൂപപ്പെട്ടു എന്നാണ് പറയുന്നത്. നീതിമാന്മാരുടെ കരച്ചിൽ ദൈവസന്നിധി എത്തിയപ്പോൾ പ്രകാശം പരന്നു, സൂര്യൻ ഉദിച്ചുയർന്നു, എളിയവർ ഉയർത്തപ്പെട്ടു, ഉന്നതർ നശിപ്പിക്കപ്പെട്ടു. ദൈവം ചെയ്യാൻ ഉറച്ചിരിക്കുന്നത് എന്തെന്ന് മൊർദെഖായി ഈ സ്വപ്നത്തിൽ കണ്ടു. ഹല്ലേലൂയ. ഇതൊരു ദൈവ പൈതൽ വ്യക്തമായി മനസ്സിലാക്കണം. ദൈവം ചെയ്യാൻ ഉറച്ചിരിക്കുന്നത് എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയാൽ മാത്രമേ നീതിമാന്മാർക്ക് തങ്ങളുടെ കഷ്ടതയുടെ നാളുകളിൽ ബലത്തോടെ പിടിച്ച് ദൈവവചനത്തെ മുറുകെ പിടിച്ച് ഇതിനൊരു അന്ത്യമുണ്ടെന്നും ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ദിവസങ്ങൾ വരുമെന്നും ഉറപ്പായും വിശ്വസിക്കാനും പ്രതീക്ഷിക്കാനും നീതിമാന്മാർക്ക് കഴിയുകയുള്ളൂ. ദൈവം ചെയ്യാൻ ഉറച്ചിരിക്കുന്നത് എന്ത് എന്ന് എൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ വ്യക്തമായൊരു കാഴ്ചപ്പാട് ആവശ്യമാണ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുടർന്ന് ഈ സ്വപ്നത്തിന് ശേഷം മൊർദെഖായിയുടെ ജീവിതത്തിൽ വിപരീതമായ ഒരു സംഭവം ഉണ്ടായി. ആ ദേശത്ത് അഹസ്വേരോസ് രാജാവിൻ്റെ കാലത്ത് ഇന്ത്യ മുതൽ എത്യോപ്യ വരെ നീണ്ടു നിവർന്നു കിടക്കുന്ന 127 പ്രോവിൻസുകളിൽ അതിൻ്റെ അധിപനായി ഹാമാൻ എന്ന് പറയുന്ന ഒരു ദുഷ്ടൻ നിയമിക്കപ്പെട്ടു. അവൻ്റെ മേൽ നീതിമാന്മാരുടെ ജനതയെ ഉന്മൂലനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദുഷ്ടാത്മാവ് ആവസിച്ച്
ഈ ഹാമാന് മർദ്ദക്കായിയെ കാണുമ്പോൾ ഒരു വലിയ ശത്രുത ഉള്ളിൽ തോന്നാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ മർദ്ദക്കായി ദൈവത്തെ ആരാധിക്കുന്നവനും സത്യവചനത്തെ മുറുകെ പിടിക്കുന്നവനും വചനപ്രകാരമുള്ള ജീവിതമല്ലാതെ വചനം വിട്ടൊരു ജീവിതത്തിന് ഇടം കൊടുക്കാത്തവനുമായ മർദ്ദക്കായി ഹാമാനെ കാണുമ്പോൾ മറ്റ് ജനതകൾ, ദൈവത്തെ അറിയാത്ത ജനതകൾ ചെയ്തിരുന്നത് പോലെ ഹാമാനെ ആരാധിക്കാനോ വണങ്ങാനോ കുമ്പിടാനോ കാല് തൊട്ട് മുത്താനോ ഒന്നും ഈ മർദ്ദക്കായി ഒരുങ്ങിയില്ല. അത് ഹാമാനെ പ്രകോപിപ്പിച്ച് ഈ രാജ്യത്തുള്ള ദൈവത്തെ അറിയാത്ത ജനതകൾ ചെയ്യുന്നത് പോലെ ഇവനും ചെയ്താൽ എന്താണ് കുഴപ്പം? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹാമാൻ ഈ മർദ്ദക്കായിക്കെതിരെ കോപാകുലനായി. അവൻ്റെ ക്രോധം വർദ്ധിച്ച് അവൻ പറഞ്ഞു, മർദ്ദക്കായിയെ മാത്രമല്ല, മർദ്ദക്കായി ഏത് വംശത്തിൽപ്പെട്ടവനാണെന്ന് അന്വേഷിച്ചിട്ട് ആ വംശം മുഴുവനെയും കൂട്ടത്തോടെ ഉന്മൂലനം ചെയ്യാൻ ഹാമാൻ നടപടിക്രമങ്ങൾ ആരംഭിച്ചു. അവൻ രാജാവിനെ സ്വാധീനിച്ച്, അവൻ രാജാവിനെ തെറ്റിദ്ധരിപ്പിച്ച് രാജാവിൻ്റെ കയ്യിൽ നിന്ന് പ്രത്യേക അധികാരപത്രം വാങ്ങി ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള 127 പ്രൊവിൻസുകളിൽ നിന്ന് മുഴുവൻ യഹൂദന്മാരെയും കൂട്ടക്കൊല ചെയ്യാൻ അവൻ ഓർഡറിട്ടു. ആ വിളംബരം എല്ലാ പ്രൊവിൻസുകളിലും പ്രഖ്യാപനം ചെയ്യപ്പെട്ടു. അതാണ് എസ്തേറിൻ്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ തിരുലിഖിതം. സകല യഹൂദന്മാരെയും, യുവാക്കന്മാരെയും, വൃദ്ധന്മാരെയും, സ്ത്രീകളെയും, കുട്ടികളെയും 12-ാം മാസമായ ആദാർ മാസം 13-ാം തീയതി ഒറ്റ ദിവസം കൊണ്ട് നശിപ്പിക്കുന്നതിനും കൊല്ലുന്നതിനും വംശനാശം വരുത്തുന്നതിനും അവരുടെ വസ്തുക്കൾ കൊള്ളയടിക്കുന്നതിനും രാജാവിൻ്റെ സകല പ്രവശ്യകളിലേക്കും ദൂതന്മാർ വഴി കത്തുകൾ അയച്ചു. ഈ 127 പ്രവിശ്യകളിലും, ഈ 127 സംസ്ഥാനങ്ങളിലും, ഈ 127 പ്രോവിൻസുകളിലും ഈ പ്രഖ്യാപനം വിളംബരം ചെയ്യപ്പെട്ടു. നോക്കുക, ഒരു തെറ്റും ചെയ്യാതെ, രാജ്യത്തിനെതിരെ ഒരു കലാപം ഉണ്ടാക്കാതെ, രാജ്യത്ത് ഭീകരപ്രവർത്തനങ്ങൾ ചെയ്യാതെ, രാജ്യത്തെ നിയമങ്ങളനുസരിച്ച് ഉത്തമ പൗരന്മാരായി രാജാവിൻ്റെ കീഴിൽ രാജ്യത്ത് കഠിനാധ്വാനം ചെയ്തിരുന്ന ഒരു ജനത, ഹെബ്രായ ജനത, ഒരു ഭരണാധികാരിയുടെ മേൽ ഒരു ദുഷ്ടാത്മാവ് ആവസിച്ചപ്പോൾ, ഈ നീതിമാന്മാരെ ഉന്മൂലനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദുഷ്ടാത്മാവ് ഒരു ഭരണാധിപൻ്റെ മേൽ ആവസിച്ചപ്പോൾ, ആ ഭരണാധിപൻ ഭരണകൂടത്തെ മുഴുവൻ സ്വാധീനിച്ച് ഈ ജനതയെ ഭൂമുഖത്തുനിന്ന് ഉന്മൂലനം ചെയ്യാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വാർത്ത എല്ലാ പ്രവിശ്യകളിലും വിളംബരം ചെയ്യപ്പെട്ടു. ഇത് കേട്ടപ്പോൾ യഹൂദന്മാർ വാവിട്ട് പൊട്ടിക്കരഞ്ഞു. അതാണ് എസ്തേറിൻ്റെ പുസ്തകത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ തിരുലിഖിതം. എല്ലാ ഇസ്രായേൽക്കാരും അത്യുച്ചത്തിൽ കരഞ്ഞു. കാരണം അവർ മരണം മുമ്പിൽ കാണുകയായിരുന്നു. എല്ലാ ഇസ്രായേൽക്കാരും അത്യുച്ചത്തിൽ പൊട്ടിക്കരഞ്ഞ് മരണത്തെ മുഖാഭിമുഖം മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജനത മുഴുവൻ തകർന്നു. അവർ ചിന്തിക്കാൻ, ഈ തകർച്ചയുടെ നടുവിൽ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരുപാട് ചെറുപ്പക്കാർ ചിന്തിച്ചിട്ടുണ്ടാവും, നമ്മൾ ഇങ്ങനെ എല്ലാം സഹിച്ച് ജീവിച്ചുകൊണ്ട് എന്ത് പ്രയോജനം? ഇതിന് ചുട്ട മറുപടി കൊടുക്കണം. അതിനകത്തുള്ള ഒരുപാട് ആളുകൾ എതിർ ചിന്തകളിലേക്ക് പോയിട്ടുണ്ടാവും. സമാധാനത്തോടെ ദൈവത്തെ ആരാധിച്ച് വിശുദ്ധിയിലും പ്രാർത്ഥനയിലും ജീവിച്ചു വരവേ നീതിമാന്മാരുടെ ജനതയ്ക്കെതിരെ വലിയൊരു പ്രശ്നം കൊടുമ്പിരിക്കൊള്ളുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കൊടുമ്പിരി കൊള്ളുമ്പോൾ സാത്താന് വലിയൊരു ഗൂഢതന്ത്രമുണ്ട്. വിശുദ്ധിയിലും പ്രാർത്ഥനയിലും ജീവിക്കുന്ന അനേകം വ്യക്തികളെ വിശുദ്ധിയുടെ ആ വൃത്തത്തിൽ നിന്ന് പുറത്തേക്ക് ചാടിക്കണം. കോഴിക്കൂട്ടിൽ നിന്ന് കോഴീനെ പുറത്തേക്ക് ചാടിക്കാൻ കുറുക്കൻ പരിശ്രമിക്കുന്നത് പോലെ തന്നെ സാത്താൻ ദൈവമക്കളെ വിശുദ്ധിയിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും പുറത്തു ചാടിക്കാൻ വേണ്ടി കാലാകാലങ്ങളിൽ കുതന്ത്രങ്ങൾ ഒരുക്കി അവൻ കൊടുമ്പിരിക്കൊള്ളുന്ന പ്രശ്നങ്ങൾ സമൂഹത്തിൽ അഴിച്ചുവിടുക തന്നെ ചെയ്യും. യഹൂദന്മാരുടെ ജീവിതത്തിൽ ഈ ഒരു പ്രശ്നം, ഒരു തെറ്റും ചെയ്യാതെ കുഞ്ഞുങ്ങളെയും കുട്ടികളെയും ബാലികാബാലന്മാരെയും യുവതിയുവാക്കന്മാരെയും പടുവൃദ്ധന്മാരെയും എല്ലാവരെയും കൂട്ടത്തോടെ ഒറ്റ ദിവസം കൊണ്ട് കൂട്ടക്കൊല ചെയ്ത്, ഏതാണ്ട് ഓറീസ ചെയ്തതുപോലെ കൂട്ടക്കൊല ചെയ്തിട്ട് അവരുടെ വസ്തുവകൾ മുഴുവൻ കൊള്ളയടിക്കാൻ ഭരണകൂടം ഓർഡർ ഇട്ടിരിക്കുകയാണ്. അക്രമത്തിനും അരാജകത്വത്തിനും ഭരണകൂടം വളം വെച്ച് കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പക്ഷേ ഇതിൽ മൊർദെഖായി ഇളകിയില്ല. അവൻ ദൈവത്തെ അറിയുന്നവനായിരുന്നു. ദാനിയേലിന്റെ പുസ്തകം 11-ാം അധ്യായം 32 വാക്യം, തങ്ങളുടെ ദൈവത്തെ അറിയുന്നവർ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തങ്ങളുടെ ദൈവത്തെ അറിയുന്നവർ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. വിശുദ്ധിയിലും പ്രാർത്ഥനയിലും ദൈവഭയത്തിലും വിശ്വാസത്തിലും ദൈവഭക്തിയിലും മുന്നോട്ട് പോകുന്ന ഒരു ദൈവ പൈതലിനെ ആ പാതയിൽ നിന്ന് അക്രമത്തിൻ്റെ പാതയിലേക്ക് ചാടിക്കാൻ സാത്താൻ അവന് ചുറ്റിലും ഒരുപാട് സാഹചര്യങ്ങൾ ഒരുക്കും. അക്രമവും വിളയാട്ടവും തിന്മയും കുതന്ത്രങ്ങളും ചതിയും കള്ളവും ചെയ്യുന്ന ആളുകൾ നമുക്ക് ചുറ്റിനും പൊളച്ച് മതിക്കുന്ന അന്തരീക്ഷങ്ങൾ ഉണ്ടായേക്കാം. അവർ വലിയ വലിയ തിന്മകളെയും അന്ധകാരത്തെയും കീർത്തിക്കുന്ന അന്തരീക്ഷങ്ങൾ നമുക്ക് ചുറ്റും സംജാതമാക്കിയേക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തലമുറകളായി ആചരിച്ച ബോധ്യം വന്ന വിശുദ്ധിയുടെ മാർഗത്തെ സംശയിക്കുകയോ പ്രാർത്ഥനയുടെ വഴികളിൽ അവിശ്വസിക്കുകയോ ചെയ്യാതെ ദൈവത്തിൻ്റെ വഴികൾ ഉറച്ചു നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ യഹൂദന്മാർ ഒരു കലാപത്തിന് വേണ്ടി പുറപ്പെട്ടില്ല. അവർ തങ്ങളുടെ ദൈവത്തെ ഉറക്കെ വിളിച്ചപേക്ഷിച്ചു. കാരണം അവർക്കറിയാം ഒരു ദൈവമുണ്ട്. ഈ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവം പ്രവർത്തിക്കുന്ന ദിവസങ്ങളുണ്ട്. അവർക്കറിയാമായിരുന്നു. മൊർദെഖായും യഹൂദജനവും ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം പ്രവർത്തിച്ചു. ഹാമാൻ ഈ മൊർദെഖായിയെ ഇസ്രായേൽ ജനത്തെ മുഴുവൻ അഹസ്വേരോസ് രാജാവിൻ്റെ രാജ്യത്ത് കൂട്ടക്കൊല ചെയ്യുന്ന ദിവസം മൊർദെഖായിയെ തൻ്റെ വീടിൻ്റെ ഉമ്മറപ്പടിയിൽ 50 മുഴം ഉയരമുള്ള ഒരു കഴുമരത്തിൽ കെട്ടിത്തൂക്കിയിട്ട് ഹാമാന്റെ കൺമുമ്പിൽ വെച്ച് അവൻ ഇഞ്ചോടിഞ്ച് മരിക്കണമെന്ന് ആഗ്രഹിച്ച് ഹാമാന്റെ വീട്ടിൽ മൊർദെഖായിക്ക് വേണ്ടിയുള്ള കൊലമരം ഉണ്ടാക്കിയിരുന്നു. ജീവിക്കുന്ന ദൈവം പ്രവർത്തിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ മൊർദെഖായിയെ കൊല്ലാൻ വേണ്ടി ഹാമാന്റെ വീട്ടുമുറ്റത്ത് ഒരുക്കി 50 മുഴ ഉയരമുള്ള ആ കൊലമരത്തിൽ മൊർദെഖായിയെ കൊല്ലേണ്ട ദിവസം ഹാമാനെ രാജകൽപ്പന പ്രകാരം ജനം തൂക്കിയിട്ട് കൊന്നുകളഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് എസ്തേറിന്റെ പുസ്തകത്തിൽ ഹാമാന്റെ അന്ത്യത്തെക്കുറിച്ചുള്ള വിവരണത്തിൽ നാം കാണുന്നത്. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? മലാക്കി പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 2-ാം വാക്യത്തിലെ വചനം അന്വർത്ഥമായതല്ലേ അത്? എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും. പ്രതീക്ഷിക്കണം. എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും. അവൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്. തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി എന്ന പോലെ നിങ്ങൾ തുള്ളിച്ചാടും. പ്രൈസ് ദി ലോർഡ്. ഇതിനെല്ലാം ഒരു അന്ത്യമുണ്ട്. കർത്താവ് പ്രവർത്തിക്കുന്ന ദിവസമുണ്ട്. ദൈവം വ്യാപരിക്കുന്ന മണിക്കൂറുകളുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മലാക്കി പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യം, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം നിങ്ങൾ ദുഷ്ടന്മാരെ ചവിട്ടി താഴ്ത്തും. അവർ നിങ്ങളുടെ കാൽ കീഴിൽ ചാരം പോലെയായി മാറും. ഇന്ന് ഈ തിന്മകൾ പ്രകീർത്തിക്കപ്പെടുമ്പോൾ, ഇന്ന് അക്രമം പ്രോത്സാഹിപ്പിക്കപ്പെടുമ്പോൾ, ഇന്ന് അസത്യം പുകഴ്ത്തപ്പെടുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധിയുടെ മാർഗം വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചായരുത്. ചാഞ്ഞു നിൽക്കുന്ന മരമാണെന്ന് വിചാരിച്ച് എല്ലാവരും ഓടിക്കയറുമെന്ന് വിചാരിച്ച് പ്രാർത്ഥനയുടെയും സൗമ്യതയുടെയും ക്ഷമയുടെയും മാർഗം വിട്ട് അക്രമത്തിൻ്റെയും ഉരുളയ്ക്ക് ഉപ്പേരി കൊടുക്കുന്ന വിധത്തിലുള്ള തിരിച്ചടിയുടെയും മാർഗങ്ങൾ അവലംബിക്കുന്നത് ദൈവവചനം അംഗീകരിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മൊർദെഖായിയുടെയും ഇസ്രായേൽ ജനത്തിൻ്റെയും ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തില്ലെങ്കിലും വലിയ അന്ധകാരത്തിൻ്റെ ദിവസങ്ങളുണ്ടായി, വലിയ കണ്ണുനീരിൻ്റെ ദിവസങ്ങളുണ്ടായി. അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി ഒരു മഹാനദി പ്രവാഹം പോലെ ആയി തീരാൻ തക്കമുള്ള സാഹചര്യം ഉണ്ടായി. പക്ഷേ അവർ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന മാർഗത്തിൽ ഉറച്ചു നിന്നു. കർത്താവ് പ്രവർത്തിക്കുന്നത് വരെ, കർത്താവിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നത് വരെ അവർ പ്രാർത്ഥനയോടെ കാത്തിരുന്നു. കർത്താവ് പ്രവർത്തിച്ചപ്പോൾ ദുഷ്ടൻ നീതിമാന്റെ കാൽ കീഴിൽ ചാരം പോലെയായി മാറി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുഷ്ടൻ ഈ ലോകത്തെ ന്യായം വിധിക്കാനുള്ളവരല്ലേ ദൈവത്തിൻ്റെ മക്കൾ. ദുർബലരാകരുത്. വിശുദ്ധിയിലും പ്രാർത്ഥനയിലും ദൈവഭക്തിയിലും ഉറച്ചു നിൽക്കുക. ദൈവഭയമില്ലാത്തവന്റെ മാർഗം സ്വീകാര്യമായി തോന്നരുത്. ദുർമാർഗിയുടെ മാർഗം പുകഴ്ത്തപ്പെടുമ്പോൾ അത് അവലംബിക്കണമെന്ന ആഗ്രഹം ഹൃദയത്തിൽ ജനിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. വിശുദ്ധ ലിഖിതത്തിൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന പ്രകാരമാണ്. പ്രഭാഷകന്റെ പുസ്തകം 33:14, നന്മ തിന്മയുടെയും ജീവൻ മരണത്തിൻ്റെയും വിപരീതമാണ്. അപ്രകാരമാണ് പാപി ദൈവഭക്തന്റെ വിപരീതം. നന്മ തിന്മയുടെയും ജീവൻ മരണത്തിൻ്റെയും വിപരീതമാണ്. അപ്രകാരം പാപി ദൈവഭക്തന്റെ വിപരീതമാണ്. വിശുദ്ധ ലിഖിതം സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 10-ാം അധ്യായം 23-ാമത്തെ വാക്യം, പാപിയെ ബഹുമാനിക്കുന്നത് ശരിയല്ല,
നീചത്വം മനുഷ്യപുത്രരിൽ ആദരിക്കപ്പെടുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീചമാർഗങ്ങൾ അവലംബിക്കണമെന്നും അക്രമമാർഗങ്ങൾ സ്വീകാര്യമാക്കാമെന്നും ചിന്തിക്കരുത്. ഇത് കർത്താവ് അംഗീകരിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം ദൈവമക്കളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രബോധനം സുഭാഷിതങ്ങളുടെ പുസ്തകം 8:13. ദൈവഭക്തി എന്ന് പറയുന്നത് തിന്മയെ വെറുക്കലാണ്. ദൈവഭക്തി തിന്മയെ വെറുക്കലാണ്. തിന്മയുടെ മാർഗങ്ങൾ ഒരിക്കലും ഒരാൾക്കും സ്വീകാര്യമാകരുത്. തിന്മ തിന്മയാണ്, ഇരുട്ടാണ്, പാപം പാപമാണ്. ചെന്നായ്ക്കും കുഞ്ഞാടിനും തമ്മിൽ എന്ത് ബന്ധം? ഇരുമ്പിനും മൺകലത്തിനും തമ്മിൽ എന്ത് യോജിപ്പ്? പാപത്തെ പാപമായി കണ്ട്, തിന്മയെ തിന്മയായി കണ്ട്, ഇരുട്ടിനെ ഇരുട്ടായി കണ്ട്, അന്ധകാരത്തെ അന്ധകാരമാർഗമായി കണ്ട് അതിനോട് വേർപെട്ട് നിൽക്കാൻ ദൈവത്തിൻ്റെ ഒരു പൈതൽ ജാഗരൂകനായിരിക്കണമെന്ന് കർത്താവിൻ്റെ വചനം അനുശാസിക്കുന്നു. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, തലമുറകളായി ആചരിച്ചു വന്ന വിശുദ്ധിയുടെയും പ്രാർത്ഥനയുടെയും ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും മാർഗം അത് അതിശക്തമാണെന്നും അതാണ് അന്തിമമായി വിജയിക്കുകയെന്നും ബോധ്യത്തോടെ കർത്താവ് പ്രവർത്തിക്കുന്ന ദിവസം വരെ കാത്തിരിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 12-ാമത്തെ വാക്യം, നാം ഉറച്ചു നിൽക്കുമെങ്കിൽ അവനോട് കൂടെ വാഴും. ദാനിയേലിൻ്റെ പുസ്തകം 11-ാം അധ്യായം 32-ാം വാക്യം, തങ്ങളുടെ ദൈവത്തെ അറിയുന്നവർ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ഓ ദൈവമേ, ഓരോ അന്ധകാരം കട്ടപിടിക്കുന്ന സമയത്ത്, തിന്മകൾ ഞങ്ങൾക്ക് ചുറ്റും പൊളച്ച് പായുന്ന സമയത്ത് ദൈവത്തിൽ അടിയുറച്ച്, ദൈവത്തെ അറിഞ്ഞ് ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. എല്ലാ ഹൃദയങ്ങളുടെ മേലും ദൈവിക മാർഗത്തെക്കുറിച്ച് അഭിമാനം തോന്നട്ടെ. എല്ലാ ജീവിതങ്ങൾക്കും എല്ലാ കുടുംബങ്ങൾക്കും ദൈവിക വഴിയെക്കുറിച്ച് ബോധ്യങ്ങൾ ജനിക്കട്ടെ. വിശുദ്ധി, പ്രാർത്ഥന, സത്യസന്ധത, നീതി, ദൈവഭയം, ദൈവവിചാരം, ദൈവികമായ കീഴ്പ്പെടൽ, ഇങ്ങനെയുള്ള വിധേയത്വം, അനുസരണം, ഇതൊക്കെ വിലയുള്ളതാണെന്നും ഈ മാർഗമാണ് ദൈവവചനം കാണിച്ചു തന്നിരിക്കുന്ന വിജയത്തിൻ്റെ വഴിയെന്നും ഉറപ്പോടെ ബോധ്യപ്പെട്ട് മുന്നോട്ട് പോകാൻ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാൽവരിക്കുന്നിൽ കുരിശിൽ മരിച്ച് തൻ്റെ രക്തം ചിന്തി സഭയ്ക്ക് അടിത്തറയിട്ട യേശു കർത്താവാണ് ദിവ്യകാരുണ്യ രൂപനായി ഇപ്പോൾ നമ്മുടെ അരികിലെത്തിയിരിക്കുന്നത്. ഈ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ മുകളിലാണ് സഭ. യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാണ് ഒരു വിശ്വാസിയുടെ അത്ഭുതാഭിഷേകം. ഈ നിമിഷങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിൻ്റെ കാൽവരിക്കുന്നിലെ ബലിയോട് ചേർത്ത് വെക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപം ചെയ്യുന്നവരും കുറ്റം പറയുന്നവരും വഞ്ചിക്കുന്നവരും കള്ളവും ചതിയും കാണിക്കുന്നവരും എല്ലാ ദുർവൃത്തികളിലും ഒഴുകുന്നവരും
എല്ലാ തരത്തിലുള്ള വിഷയലമ്പടത്വത്തിൻ്റെയും അരാജകത്വത്തിൻ്റെയും വൈകൃതങ്ങളുടെയും മനുഷ്യരും നമുക്ക് ചുറ്റും രാജാക്കന്മാരായിരിക്കുമ്പോൾ വിശുദ്ധിയും പ്രാർത്ഥനയും കൊണ്ട് എന്ത് പ്രയോജനമെന്ന് ചിന്തിച്ച് പിന്മാറ്റത്തിലേക്ക് ദുഷ്ടാത്മാവ് വ്യതിചലിപ്പിക്കുന്ന നിമിഷങ്ങളെക്കുറിച്ച് നാം ജാഗരൂകരായിരിക്കണം. അവരെല്ലാം അങ്ങനെ ചെയ്തിട്ടും അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ചിന്തിച്ച് എന്ന എതിർവചനങ്ങൾ നൽകി ദുഷ്ടാത്മാവ് എന്നെയും നിങ്ങളെയും വിശുദ്ധിയുടെ മാർഗത്തിൽ നിന്ന് അതിക്രമത്തിൻ്റെയും അന്ധകാരത്തിൻ്റെ വഴിയിലേക്ക് വ്യതിചലിപ്പിക്കാതിരിക്കാൻ ഞാനും നിങ്ങളും ജാഗരൂകരായിരിക്കണം. 2 കരങ്ങൾ ഉയർത്തി യേശു കർത്താവിനെ വിളിക്കുക. യേശു കർത്താവ് പറഞ്ഞുള്ള എല്ലാ വചനങ്ങളും സത്യമാണ്. യേശു കർത്താവ് പറഞ്ഞുള്ള എല്ലാ വാഗ്ദാനങ്ങളും സംഭവിക്കും. അവിടുന്ന് പ്രവർത്തിക്കുന്ന ദിവസം ദുഷ്ടന്മാരെ നിങ്ങൾ ചവിട്ടി താഴ്ത്തും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളും കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മഹത്വത്തിൻ്റെ അത്ഭുത ശക്തി സകല ജനഹൃദയങ്ങളുടെ മേൽ ഒഴുകട്ടെ. രോഗികളിപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവേ, കിടക്കുകളിൽ രോഗാവസ്ഥയിൽ രോഗികളുടെ മേൽ അങ്ങയുടെ ശക്തി ഒഴുകട്ടെ. ഓ കർത്താവേ, മനോദുഃഖത്തോടെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെ മേലും അത്ഭുത ശക്തി ഇപ്പോൾ നിറഞ്ഞുകൊണ്ടിരിക്കട്ടെ. ഇപ്പോൾ ഇത് അത്ഭുത സൗഖ്യത്തിൻ്റെ നിമിഷങ്ങളാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ തിന്മയുടെ കെട്ടുകളടിച്ച് വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ അത്ഭുത നാമത്താൽ അന്ധകാര കോട്ടകളെ തകർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാരകീയ സേനകളെയും ദുഷ്ടഭൂതങ്ങളെയും യേശുവിനാമത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം.